ചൊവ്വയിലേക്ക് പായുന്നത് എന്തുകൊണ്ടാണ്? മരണമില്ലാത്ത ജീവിതമാണ് അവിടെ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത് ശരിയാണോ? ഇതൊക്കെ ഓരോ മിത്തുകളാണെങ്കിലും ഭൂമിയിലുള്ളവർക്ക് ചൊവ്വയോടുള്ള താല്പര്യം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 1960-കൾ മുതൽ റോബോട്ടിക് പര്യവേഷണ വിഷയമായി ചൊവ്വ ഇങ്ങനെ തന്നെ കത്തി നിൽക്കുന്നുണ്ട്. ഭാവിയിൽ ചന്ദ്രന് പിന്നാലെ ചൊവ്വയിലും മനുഷ്യന്റെ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിലാണ് ആഗോള ബഹിരാകാശ ഗവേഷണ രംഗം. ചൊവ്വയിൽ മനുഷ്യന്റെ സ്ഥിരവാസം ഒരു സ്വപ്നമല്ല, മറിച്ച് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു ലക്ഷ്യമാണെന്ന് പറയുകയാണ് നാസ. ഇപ്പോഴിതാ ചൊവ്വയിൽ 1 വർഷം താമസിക്കാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുകയാണ് നാസ. ആളുകളെയും തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അപ്ഡേറ്റുകൾ അറിയാം, സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ചൊവ്വയിലെ ജീവിതം എങ്ങനെയായിരിക്കും? മനുഷ്യരുടെ സ്ഥിരതാമസം അവിടെ അത്ര എളുപ്പമായിരിക്കില്ല. അതിനുള്ള പ്രധാന കാരണം അവിടുത്തെ സങ്കീർണമായ പരിതസ്ഥിതിയാണ്. ചൊവ്വയിലെ ജീവിതം അനുകരിക്കുന്ന 1 വർഷം നീണ്ട മിഷനാണ് നാസ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നാസയുടെ ക്രൂ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് എക്സ്പ്ലോറേഷൻ അനലോഗ് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന മിഷനിൽ പങ്കെടുക്കാൻ 4 സന്നദ്ധ പ്രവർത്തകർ ഒരുങ്ങിക്കഴിഞ്ഞു. 2025 ഒക്ടോബർ 19 ആരംഭിക്കുന്ന ഈ മിഷൻ 2026 ഒക്ടോബർ 31 അവസാനിക്കുക. ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള ജോൺസൺ സ്പേസ് സെന്ററിൽ 1700 ചതുരശ്ര അടി വിസ്തീർണമുള്ള 3D പ്രിന്റഡ് ഹാബിറ്റാറ്റായ മാർസ് ഡ്യൂൺ ആൽഫയിൽ നടക്കുന്ന ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യം ചൊവ്വയിലേക്കുള്ള ഭാവി മനുഷ്യ ദൗത്യങ്ങൾക്ക് അനിവാര്യമായ ഡേറ്റ ശേഖരിക്കുക എന്നതാണ്. ഭൂമിയിൽ നിന്ന് 225 മില്യൺ കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിലേക്കുള്ള യാത്ര ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ശാരീരിക, മാനസിക, സാങ്കേതിക വശങ്ങൾ എല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. ഇത്തരം ദൗത്യങ്ങൾക്കായി നാസ ഭൂമിയിൽ തന്നെ സിമുലേഷനുകൾ എന്ന് പറഞ്ഞാൽ കൃത്രിമമായി രൂപപ്പെടുത്തിയ ചൊവ്വ മിഷൻ നടത്തി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രൂ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് എക്സ്പ്ലോറേഷൻ അനലോഗ് പദ്ധതി. 2030 മനുഷ്യരെ ചൊവ്വയിൽ എത്തിക്കുകയാണ് നാസയുടെ പദ്ധതി. എന്നാൽ 1 വർഷത്തിലധികം നീണ്ട യാത്രക്കിടെ ക്രൂ മെമ്പേഴ്സിന് നേരിടേണ്ടി വരുന്ന എല്ലാത്തരം വെല്ലുവിളികളും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. CHAPA പദ്ധതി ഇതിനു വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചൊവ്വയുടെ ഉപരിതലം എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിലാണ് ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. 2023 ജൂൺ 25 ആരംഭിച്ച പദ്ധതിയുടെ ആദ്യ ദൗത്യം 2024 ജൂലൈ 6 അവസാനിച്ചിരുന്നു. ചൊവ്വയിലെത്തുന്ന മനുഷ്യരുടെ ശാരീരിക ആരോഗ്യം, പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഡേറ്റ ശേഖരിക്കുക, വെള്ളം, ഭക്ഷണമടക്കമുള്ള റിസോഴ്സുകളുടെ പരിമിതികളെക്കുറിച്ച് മനസ്സിലാക്കുക, ഉപകരണങ്ങളുടെ തകരാറുകൾ, ആശയവിനിമയം വൈകുന്നത് സംബന്ധിച്ച് പഠിക്കുക, പിന്നെ അവിടെ നേരിടേണ്ടി വന്നേക്കാവുന്ന ഏകാന്തത, ഇങ്ങനെയെല്ലാം ഈ മിഷനിലൂടെ മനസ്സിലാക്കാനാകുമെന്നാണ് നാസ വിശദീകരിക്കുന്നത്. ഇതാകും ഭാവിയിലെ മാർസ് ദൗത്യങ്ങൾക്ക് അടിസ്ഥാനമാവുക. പദ്ധതിയുടെ ഹൃദയമാണ് മാർസ് ഡ്യൂൺ ആൽഫ ഹാബിറ്റാറ്റ്. ചൊവ്വയിലെ ജീവിത സാഹചര്യങ്ങൾ അനുകരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 1700 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു 3D പ്രിന്റഡ് ഘടനയാണിത്. സ്വകാര്യ ബെഡ്റൂമുകൾ, കോമൺ ബാത്റൂം, ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ഒരു ഏരിയ, ഒരു ചെറിയ ജിമ്മ്, ഒരു പച്ചക്കറിത്തോട്ടം, ഒരു ലബോറട്ടറി എന്നിവയടക്കം 9 മുറികളാണ് ഒരുക്കിയിരിക്കുന്നത്. CON എന്ന കമ്പനിയുടെ വൾക്കൻ കൺസ്ട്രക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് ലാവാക്രീറ്റ് എന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം. ഹാബിറ്റാറ്റിന്റെ പുറത്ത് 1200 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ചുവന്ന മണലുള്ള സാൻഡ് ബോക്സും ഉണ്ട്. ചൊവ്വയിലെ മണൽ പോലെ തന്നെയാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ചൊവ്വയിൽ എങ്ങനെ നടക്കാമെന്ന് ക്രൂ അംഗങ്ങൾ പരിശീലിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഈ മിഷനിൽ പങ്കെടുക്കുന്നത് എന്ന് നോക്കാം. 3 പുരുഷന്മാരും ഒരു വനിതയുമാണ് സംഘത്തിലുള്ളത്. മൈക്രോബയോളജിസ്റ്റും US എയർഫോഴ്സിലെ ടെസ്റ്റ് പൈലറ്റുമായ റോസ് എൽഡൻ, US സ്പേസ് ഫോഴ്സിൽ കേണലും അക്വിസിഷൻ ഓഫീസറുമായ എലൻ എല്ലിസ്, ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഡിസൈൻ കൺസൾട്ടന്റായ മാത്യു മോൺസ്ട്രോയി, എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് ഇൻഡസ്ട്രിയിലെ ടെക്നിക്കൽ ഡയറക്ടർ ജെയിംസ് സ്പൈസർ എന്നിവരാണ് സംഘത്തിലുള്ളത്. ബാക്കപ്പ് ക്രൂ അംഗങ്ങളുമായി എമിലി ഫിലിപ്സും ലോറ മേരിയും തയ്യാറായി നിൽപ്പുണ്ട്. 378 ദിവസത്തെ മിഷൻ ചൊവ്വയിലെ ജീവിതത്തിന്റെ വിവിധ വശങ്ങൾ അനുകരിക്കുന്നുണ്ട്. ബൾക്കി സ്പേസ് സ്യൂട്ടുകൾ ധരിച്ച് ചൊവ്വയിലെ ഉപരിതലത്തിലെ നടത്തം ഇവർ പരിശീലിക്കും. മണലിൽ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കും. ഇത് ചൊവ്വയിൽ ഭക്ഷണ ലഭ്യതയെക്കുറിച്ചുള്ള പഠനത്തിന് സഹായിക്കുമെന്നാണ് നാസ പറയുന്നത്. റോബോട്ടിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഗവേഷണവും ഹാബിറ്റാറ്റ് മെയിൻ്റനൻസും ഇവർ നടത്തും. ഇങ്ങനെ പോകുന്നു പരീക്ഷണങ്ങൾ. ചൊവ്വയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് 9 മാസമെങ്കിലും വേണ്ടിവരും. മടക്കയാത്രയ്ക്ക് മുൻപ് കുറഞ്ഞത് 3 മാസമെങ്കിലും അവിടെ തങ്ങേണ്ടതുണ്ട്. ഈ ദൗത്യത്തിൽ ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയയോ ഉണ്ടാകില്ല. ചൊവ്വയിലേക്കുള്ള സിഗ്നൽ 20 മിനിറ്റോളം വൈകുമെന്നതിനാൽ ആശയവിനിമയത്തെയും ബാധിക്കും. തൽഫലമായി ഏകാന്തത, ഒറ്റപ്പെടൽ തുടങ്ങി ചില മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ഇത്തരം സാഹചര്യങ്ങൾ മനുഷ്യരുടെ തീരുമാനമെടുക്കാനുള്ള ശേഷി, മാനസിക നില എന്നിവയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നാസ പഠിക്കും. ഭൂമിയേക്കാൾ ചെറിയ ഗ്രഹമാണ് ചൊവ്വ.
ഗുരുത്വാകർഷണ ബലം ഭൂമിയേക്കാൾ 30% കുറവാണ്. അവിടെ ഭൂമിയെ പോലെ സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങളെ തടയുന്ന കാന്തിക ക്ഷേത്രവും ഓസോൺ പാളിയും ചൊവ്വയ്ക്കില്ല. ഇക്കാരണത്താൽ അൾട്രാ വയലറ്റ് രശ്മികളും ചാർജുള്ള കണികകളും വികിരണങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ ചൊവ്വയിൽ പതിക്കും. ചൊവ്വയിലെ ഉപരിതലത്തിലെ അതികഠിനമായ സാഹചര്യങ്ങളെ തുടർന്ന് അവിടെ മനുഷ്യർക്ക് അതിജീവിക്കുക വളരെ പ്രയാസകരമാകുമെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പരിമിതികൾ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് നാസ നടത്തി വരുന്നതും. വൈകാതെ ചൊവ്വയിലേക്കുള്ള മനുഷ്യയാത്ര എന്ന നേട്ടം കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആഗോള ബഹിരാകാശ ഗവേഷണ രംഗം.